പപ്പയ്ക്ക തോരൻ. പച്ച പപ്പയ്ക്കയാണ് ഇതിനുപയോഗിക്കുന്നത്. പപ്പയ്ക്ക ചോപ്പറിലിട്ട് ചെറുതായി നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇത് നുറുക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ പാടില്ല. ചുവട് കട്ടിയുള്ള ഒരു ഉരുളി ചൂടാക്കി എടുക്കുകയാണ്. ഉരുളി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകമാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് സവാള, വെളുത്തുള്ളി, കറിവേപ്പിലയാണ്. സവാള ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ നാടൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഇത്രയും വേണ്ട. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് ചെറിയ കളർ ചേഞ്ച് വരുന്നതുവരെ വഴറ്റിയെടുക്കണം. ഈ തോരന് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കരുത്. ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് കിട്ടുകയില്ല. സവാള ആവശ്യത്തിന് വഴറ്റിയിട്ടുണ്ട്. ഇനി ചിരകിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമായ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് ലോങ് വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം. മഞ്ഞൾപ്പൊടിയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പോയി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പയ്ക്ക അതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി അതിലേക്ക് ചേർക്കണം. ഇനി തേങ്ങാക്കൂട്ടും പപ്പായയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേകണം. 5 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. പഴയതുപോലെ ഒരു സ്പൂൺ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. പപ്പയ്ക്ക കൂടി ചേർത്തതല്ലേ. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പഴയതുപോലെ ഉരുളിയുടെ സെൻറ്ററിലേക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് കൂടി അത് സിമ്മറിലിരുന്ന് വേകട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്യണം. പപ്പായ പാകത്തിന് കുക്കായി കഴിഞ്ഞു. നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ക്യാബേജ് മെഴുക്കുവരട്ടിയാണെന്നേ തോന്നുകയുള്ളൂ. പപ്പയ്ക്കയുടെ ഗുണം തീരെ നഷ്ടപ്പെടാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പപ്പായ വീട്ടിലുള്ളവർ ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ താങ്ക് യു.